ഞാനൊരു മലയാളം വേർഡ് പറയാം. അതിൻ്റെ ഇംഗ്ലീഷ് എന്താന്ന് പറയാൻ പറ്റുമോ നോക്കേ. വേർഡ് ഇതാണ് എത്ര. എത്ര എന്നുള്ള മലയാളം വേർഡിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷ് പറയുക? ഹൗ മച്ച് ആണോ, ഹൗ മെനി ആണോ? അതോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേർഡ് കിട്ടിയോ? ചെറിയൊരു കൺഫ്യൂഷൻ വന്നു എന്ന് എനിക്കറിയാം, ബട്ട് നോ വറീസ്, ബിക്കോസ് ഇങ്ങനത്തെ ഡൗട്ട്സും കൺഫ്യൂഷനൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് പോകുമ്പോഴാണ് നമ്മുടെ ലാംഗ്വേജ് ബെറ്റർ ആകുന്നത്. ഇതിൻ്റെ ആൻസർ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. നമ്മൾ ആക്ച്വലി എത്ര എന്നുള്ള വേർഡ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഹൗ ലോങ് ചോദിക്കും, ഹൗ ഫാർ പറയും, ഹൗ ഓഫൺ, ഹൗ മെനി, ഹൗ മച്ച്, ഇങ്ങനെ പല വേർഡ്സ് യൂസ് ചെയ്യും. പക്ഷേ ഇത് ഓരോന്നും യൂസ് ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. ഫസ്റ്റ് കേസ് ഹൗ മെനി. ഹൗ മെനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കൗണ്ടബിൾ നൗൺസിൻ്റെ കേസ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. വിച്ച് മീൻസ് നമുക്കിങ്ങനെ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് എണ്ണാൻ പറ്റുന്ന കേസസ് ഇല്ലേ, അതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഹൗ മെനി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹൗ മെനി ബുക്സ് ഡു യു ഹാവ്, നിനക്ക് എത്ര ബുക്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഈ ബുക്ക് 1, 2 എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞാൽ ഹൗ മെനി ലാംഗ്വേജസ് ക്യാൻ യു സ്പീക്ക്, നിനക്ക് എത്ര ലാംഗ്വേജസ് സംസാരിക്കാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കേസിലാണ് ഹൗ മെനി യൂസ് ചെയ്യുന്നത്. ഇനി ഹൗ മച്ച്. ഹൗ മച്ച് ഹൗ മെനിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത കേസിലാണ് ഹൗ മച്ച് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഹൗ മച്ച് ഡു യു ലവ് ചോക്ലേറ്റ്സ്. നമുക്ക് ചോക്ലേറ്റ് എത്രത്തോളം ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മുടെ ഇഷ്ടം അതൊന്നും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കൂടെയാണ് നമ്മൾ ഹൗ മച്ച് യൂസ് ചെയ്യുന്നത്. ഈ ഹൗ മച്ചിന് വേറൊരു സിറ്റുവേഷൻ കൂടെയുണ്ട്. നമ്മളിപ്പം എമൗണ്ട് ഒക്കെ സ്പെൻഡ് ചെയ്യില്ലേ, ആ കേസ് പറയുന്നത് നമ്മൾ ഹൗ മച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൗ മച്ച് ഡസ് ദിസ് ബാഗ് കോസ്റ്റ്, ഈ ബാഗിന് എത്ര രൂപയാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹൗ മച്ച് ഡസ് ദിസ് ബാഗ് കോസ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൗ മച്ച് ഡു യു സ്പെൻഡ് ഓൺ ഗ്രോസറീസ്, ഗ്രോസറീസ് ഒക്കെ വാങ്ങാൻ വേണ്ടി നിങ്ങൾ എത്ര രൂപ സ്പെൻഡ് ചെയ്യും. ആ ഒരു എത്ര എന്ന് പറയാൻ ഹൗ മച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ല ഹൗ മച്ച്? ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വൺ ഹൗ ഓഫൺ. ഹൗ ഓഫൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി യൂസ് ടു ആസ്ക് ദ ഫ്രീക്വൻസി ഓഫ് സംതിങ് ഓർ ഹൗ ഫ്രീക്വൻലി സംതിങ് ഹാപ്പൻസ്. എത്ര ഇടവിട്ടാണ് ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൗ ഓഫൺ ഡു യു ഗോ ഷോപ്പിംഗ്, എത്ര ഇടവിട്ടാണ് നീ ഷോപ്പിങ്ങിന് പോകുന്നത്, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് നീ ഷോപ്പിങ്ങിന് പോകുന്നത്. ആ എപ്പോഴൊക്കെയാണ് അല്ലെങ്കിൽ എത്ര ഇടവിട്ടാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൗ ഓഫൺ പറയും. ഇപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഹൗ ഓഫൺ ഡു യു ഡ്രിങ്ക് കോഫി, അല്ലെങ്കിൽ ഹൗ ഓഫൺ ഡു യു ചെക്ക് യുവർ മൊബൈൽ ഫോൺ. മീനിങ് കിട്ടിയില്ലേ? അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വൺ ഹൗ ലോങ്. ഹൗ ലോങ് നമ്മൾ ചോദിക്കുന്നത് ആ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എത്ര നാളായി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ മലയാളത്തിൽ ചോദിക്കില്ലേ, എത്ര നാളായി നീ അവനെ കണ്ടിട്ട്, അല്ലെങ്കിൽ എത്ര നാളായിട്ട് നിങ്ങൾ ഫ്രണ്ട്സ് ആണ് എന്നൊക്കെ ചോദിക്കില്ലേ. ആ ഒരു ടൈമിൻ്റെ ഡ്യൂറേഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൗ ലോങ് പറയും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൗ ലോങ് ഹാവ് യു നോൺ ഹിം, അവനെ എത്ര നാളായിട്ട് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചോദിക്കുകയാണ് ഈ മീറ്റിംഗ് എത്ര നേരത്തേക്കിനെ കാണും എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഹൗ ലോങ് ദ മീറ്റിംഗ് വിൽ ലാസ്റ്റ്. കിട്ടിയില്ലേ? ആ ഒരു ഡ്യൂറേഷനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഹൗ ഫാർ. ഹൗ ഫാർ നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ആസ്ക് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദൂരത്തെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ചോദിക്കുകയാണ് നിൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എത്ര ദൂരമുണ്ട്, അവിടെ വരുന്ന എത്രയ്ക്ക് നമ്മൾ ഹൗ ഫാർ ചോദിക്കും. ഹൗ ഫാർ ഈസ് യുവർ ഓഫീസ് ഫ്രം യുവർ ഹൗസ്, ഹൗ ഫാർ ഈസ് യുവർ ഓഫീസ് ഫ്രം ഹൗസ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണ് ഈ അടുത്ത പെട്രോൾ സ്റ്റേഷന് എത്ര ദൂരമുണ്ട്, എത്ര അകലെയാണെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഹൗ ഫാർ ഈസ് ദ നെക്സ്റ്റ് പെട്രോൾ സ്റ്റേഷൻ. കിട്ടിയില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് എത്ര എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ്.